മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചൊരു വീഡിയോ കോള്. ഞാൻ ഇതെന്ത് സംഭവം എന്നുള്ളതിൽ ഒന്ന് കയറി കണ്ടോണ്ടിരിക്കുകയായിരുന്നേ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഭയങ്കര രസം കേട്ടോ. നമ്മളിവിടെ കുറെ ആൾക്കാർ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ലാലേട്ടനും മമ്മൂക്കും യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് തോന്നുന്നത് ഈ പാട്രിയറ്റ് സിനിമയുടെ ഭാഗമായിട്ട് തന്നെയാണ്. എന്നാൽ പോലും കൂടുതലായിട്ട് ഇവരുടെ ഒരു സൗഹൃദം കണ്ടു തുടങ്ങിയ ഒരു സമയം ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നു. അല്ലെ, ഈ ഒരു വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത് നമ്മൾ കണ്ടത്. എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, കാണ്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് നൈറ്റാ. എന്താ? ഇവിടെ ഗുഡ് നൈറ്റ് ആണ്. അതെ 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 ഇവിടെ ഗുഡ് എങ്ങനെയുണ്ട് മോർണിംഗ്. ഷോയൊക്കെ? ഷോയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു, എല്ലാം നന്നായിട്ട് നടന്നു. ഉച്ചക്ക് ഓക്കെ, എങ്ങനെയുണ്ട്? How are you? ഇടക്കിടക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ചില റീൽസ് കട്ട്സ് ഒക്കെ, പാട്ടൊക്കെ എങ്ങനെയുണ്ട്? പൊളിക്കുന്നുണ്ട്. കേൾക്കാമോ? കേക്കാവോ? യാ യാ, ഞാൻ ചോദിച്ച ഹൗ ആർ യു എന്ന്. അത് കട്ടായി പോയി, അവിടെ ഫ്രെയിം ബ്രേക്ക് ആയി പോയി. ഐ എം ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഞാനൊരു ട്രിപ്പ് ഒക്കെ. ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഷോ? ഷോ എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞല്ലേ? ഞാൻ 3rd തിരിച്ചു വരും. ഓക്കെ ഓക്കെ ഓക്കെ. നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് US-ലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? കാണണം. കാണാനുള്ളൊരു പരിപാടി ഉണ്ട്, നോക്കാം. ഉച്ചക്ക് കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ ദുബായിക്ക് പോകും രാവിലെ. അവിടെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഒരാള് ദുബായിൽ ചിലപ്പോ കാണുന്നു, തിയേറ്റർ വെച്ചിട്ടെങ്കിലും ഉണ്ടാവും. ഒരാള് ദുബായിൽ കാണുന്നു, ഒരാൾ US-ൽ കാണുന്നു. ഇവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ. പിന്നെ ലോകം മുഴുവനില്ലേ. അപ്പൊ എല്ലാരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക്. അതെ അതെ. കുറെ നാളത്തെ കഷ്ടപ്പാട് ഉത്ഥാനം ഒക്കെയാണ്. നടക്കുന്നു. എല്ലാരും ഒരുപാട് നാള് കഴിഞ്ഞ് വരുന്നൊരു സിനിമയല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ, തീർച്ചയായിട്ടും ഒരുമിച്ചുള്ള സിനിമ. ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. വരുമായിരിക്കില്ല. പക്ഷേ ചാക്കോച്ച വരുന്നുണ്ടോ? ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞു. വളരെ വലിയ എക്സ്പെക്ടേഷൻ ആണ് സിനിമ. അതെ, ആളുകളുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പ്രതീക്ഷയുണ്ട്, എന്താണ് പ്രതീക്ഷിക്കുന്നറിയില്ല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. നമ്മുടെ ഉള്ളതല്ലേ നമുക്കുള്ളൂ. ഒരു വേറെ പലതൊക്കെ പ്രതീക്ഷിക്കുന്ന കുഴപ്പമായി പോകും. നമ്മുടെ ഉള്ളതിനെ പ്രതീക്ഷിക്കണേ. ഇത് മലയാള സിനിമയുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ആവണം. പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, മടക്കെങ്കിലെങ്കിലും ലാഭം ചേർത്ത്, എന്നാലൊക്കെ ഉണ്ടാവും മലയാള സിനിമ. ഇതൊരു വലിയ ഉത്തരവാദിത്വം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്കാ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാന്നുള്ളത്. പിന്നെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അതൊരു എന്താണ്, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാവണമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടുതൽ പണി. ദിസ് ഇസ് ഒരു ഗേറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു തെളിവ്. 3 മിനിറ്റോളം അവരുടെ രസകരമായിട്ടുള്ള ആ ഒരു സംഭാഷണങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനിയും ഇങ്ങനെയുള്ള സിനിമകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സിനിമ റിലീസായിട്ടില്ല, എന്നാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ഒരു സിനിമ വരുന്നു. എന്തായിരിക്കും നമുക്ക് വേണ്ടി അവർ കാത്തുവെച്ചത് എന്നത് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൂടെ കൂടാം, ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സന്ദീപ് പോൾ സൈനിങ് ഓഫ്.